അഭിമാമനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തു പറയാനാ കുഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഇനി എന്തു പറഞ്ഞിട്ടും നമ്മുടെ വിഷമത്തിന് പരിഹാരമാവില്ലല്ലോ. അപ്പുവിൽ ഇങ്ങനൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. അതിലിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല, പ്രത്യേകിച്ച് അപ്പുവിനെ. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ആവുന്നത് ഞാനും വി പി ശ്രമിച്ചതാണ്. അരുത്, അത് ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസവും ലോകവിവരവുമുള്ള രക്ഷിതാക്കൾ. ഞാനിത് പറയുമ്പോൾ നിനക്കും വി പിക്കും അസ്വാഭാവികമായി തോന്നാം. പക്ഷേ സത്യം അതാണ് ഗീത. അപ്പുവിൻ്റെ മനസ്സിനൊപ്പം സഞ്ചരിക്കുകയേ ഇവിടെ നിവൃത്തിയുള്ളൂ. നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പുവിനെ കൊന്നുകളയുന്നതിന് തുല്യമാണ്. ഇനി നിങ്ങളുടെ പ്രേരണയ്ക്ക് അവൾ വഴങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത്? സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്താനാകാതെ നമ്മുടെ കുഞ്ഞിനൊടുവിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ലേ? ഈ പ്രായത്തിനിടയിൽ അങ്ങനെ എത്രയോ പേരുടെ വെച്ചുമതിയാക്കൽ കണ്ടവനായി ഞാൻ. അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് അവളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പുവിനെ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സിന്റെയും അഭിപ്രായം അത് തന്നെയാ. പക്ഷേ അതൊന്നും വി പിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ത് വന്നാലും അപ്പുവിനെ അങ്ങനൊരു ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കില്ലെന്നാ വി പിയുടെ നിലപാട്. തുടക്കത്തിൽ എനിക്കും ഇതൊന്നും അംഗീകരിക്കാനോ പൊരുത്തപ്പെട്ടു പോകാനോ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വേണം, അതിന് കഴിയണം. നിനക്ക് മാത്രമല്ല, വി പിക്ക് അതിനൊരിക്കലും കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുള്ളൊരു ചെറിയ ശ്രമമെങ്കിലും വി പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ഇത്ര തിരക്കിട്ട് അഭിമാമനോട് വരാൻ ഞാൻ പറയില്ലായിരുന്നു. അപ്പുവിനേക്കാൾ ഇപ്പം എന്നെ ഭയപ്പെടുത്തുന്നത് വി പിയുടെ മാനസികാവസ്ഥയാണ്. ഇതറിഞ്ഞത് മുതൽ ഭ്രാന്ത് പിടിച്ചതുപോലെയാ വി പിയുടെ പെരുമാറ്റം. ഞാൻ ഊഹിച്ചു. നിന്നെയും അപ്പൂനെയും വീട്ടുതടങ്കലിലാക്കണമെങ്കിൽ വി പി ഇതൊക്കെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. നോക്കൂ ഗീത, വി പി പൊതുവെ ഒരു ദുർബല ഹൃദയനാണ്. അത് നിനക്കറിയില്ലേ? സമൂഹത്തിൻ്റെ അലിഖിത നിയമങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യൻ. അങ്ങനെ ഒരാൾ സ്വന്തം മകളെ ഇത്ര വലിയ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയത് എങ്ങനെയെന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം വി പിയോ നീയോ അറിഞ്ഞു കൊടുത്തതല്ല. നിങ്ങളറിയാതെ അപ്പു അത് പിടിച്ചു വാങ്ങുകയായിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാണ്. അപ്പുവിനും വി പിക്കും ഇടയിൽപ്പെട്ട് ഞാനാകെ ചക്രശ്വാസം വലിക്കുക. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തന്നേ പറ്റുള്ളൂ അമ്പിമാമ. നീ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പത്മവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ. എന്ന് വച്ചാൽ അത് വി പി ആണ്, അല്ലാതെ അപ്പു അല്ല. ഗീതയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി പറയാം. നിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിന് നിന്റെ കുറ്റം പറയാൻ കഴിയില്ല. നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനൊരു കുറുക്കുവഴിയെ തിരഞ്ഞെടുക്കൂ. അമ്പിമാവൻ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. അപ്പുവിൻ്റെ മനസ്സ് മാറിയെന്ന് ഞാൻ വി പിയോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു. അതല്ലേ ഞാൻ ചെയ്ത തെറ്റ്? അതെ, അച്ഛനെയും മോളെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ നിന്റെ അമ്മ മനസ്സിൽ തോന്നിയ നിർദോഷമായ ഒരു കള്ളം. ആർക്കും ആദ്യം അങ്ങനെ തോന്നൂ. പക്ഷേ ഇപ്പോൾ നീയും വി പിയും അപ്പുവും ഒക്കെ കടന്നു പോകുന്ന സന്ദർഭത്തിൻ്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ നീ വി പിയോട് പറഞ്ഞ ഈ നുണക്കഥയ്ക്ക് അല്പം വലിയ പിഴ തന്നെ കൊടുക്കേണ്ടി വരുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. തുടക്കത്തിൽ നീ പറഞ്ഞതുപോലെ അപ്പുവിനേക്കാൾ ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നത് വി പി ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ്. അപ്പുവിൻ്റെ കാര്യത്തിൽ എന്താ സത്യമെന്ന് വി പി എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. പക്ഷെ അതിനുള്ള ധൈര്യം ഇപ്പം എനിക്കില്ല. ഒക്കെ അറിയുമ്പോൾ വി പി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പോലും എനിക്കറിയില്ല എന്ന് കരുതി ഇനി ഇത് വി പിയിൽ നിന്ന് മറച്ചു പിടിക്കാനാവില്ല. ഇപ്പം തന്നെ സുഹൃത്തിൻ്റെ മകനെ കൊണ്ട് അപ്പുവിനെ വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചന തകൃതിയായി നടക്കുന്നുണ്ട് അവിടെ.
അപ്പുവിനെ ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. നീ പറഞ്ഞതുപോലെ നേരിട്ട് ചെന്ന് അയാളോട് ഇതൊക്കെ പറയാൻ എനിക്കും ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ച് ഇനിയും ഇത് VP-യിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് നല്ലതല്ല താനും. നമ്മൾ തമ്മിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തെന്ന് ഒരിക്കലും VP അറിയരുത്. ഏയ്, അത് വേണ്ട. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടുമില്ല. ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അവിടെ ലാൻഡ് ചെയ്യാം. അതിനുള്ളിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നീ വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു വഴിയായിട്ട് ഞാനവിടെ വരൂ. പോരെ, നമുക്ക് നോക്കാന്നേ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. VP-യോട് പറയാതെയാ പോകുന്നത്. ചെല്ലുമ്പോൾ ചോദ്യവും പറച്ചിലും എല്ലാം ഉണ്ടാവും. അമ്പിമാമനെ കണ്ട് സംസാരിച്ചപ്പോഴാ മനസ്സിലൊരു ആശ്വാസം കിട്ടിയത്. നീ സമാധാനിക്ക്. എന്തെങ്കിലും ഒരു വഴി മുന്നിൽ തെളിയാതിരിക്കില്ല. എന്നാൽ എല്ലാം പറഞ്ഞതുപോലെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇടയ്ക്ക് പറ്റിയാൽ VP ഒന്ന് വിളിക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞേ ഞാൻ അവിടെ എത്തുകയുള്ളൂ എന്നായിരിക്കും VP-യോട് പറയാൻ പോകുന്നത്. ശരി, എന്നാ പൊയ്ക്കോ. അല്ല, എങ്ങനെയാ പോകുന്നത്? ഞാനൊരു ഓട്ടോ പിടിച്ചോളാം. ശരി ശരി. ആരോടൊരു വാക്കുപോലും പറയാതെ നിന്ന നിൽപ്പിൽ താനിത് എവിടേക്ക് ഇറങ്ങിപ്പോയത്? VP-യോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിത വിളിച്ച കാര്യം. ഏതനിത? അങ്ങനെ ഒരാൾ വിളിച്ച കാര്യം താൻ എന്നോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞെന്നേ. VP ചിലപ്പോൾ മറന്നതായിരിക്കും. എൻ്റെ കൂടെ പണ്ട് ബ്രൈഡൽ വർക്കിന് അസിസ്റ്റ് ചെയ്തിരുന്ന അനിത. എൻ്റെ കയ്യിലുള്ള ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ നാളത്തെ ഒരു വർക്കിന് വേണ്ടി ആ കുട്ടിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ച് അവൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഞാൻ കൊടുക്കാൻ സമ്മതിച്ചു. ഇന്ന് രാവിലെ അനിത ഈ കാര്യം പറഞ്ഞ് വീണ്ടും വിളിച്ചിരുന്നു. എന്തോ പർച്ചേസിന് വേണ്ടി സെൻട്രൽ മോളിലുണ്ട്, അങ്ങോട്ടൊന്ന് കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു. എനിക്ക് അവിടുത്തെ സ്റ്റിച്ചിങ് സെൻറ്ററിൽ വന്ന് പോകണമായിരുന്നു. കൂട്ടത്തിൽ ആ കാര്യം കൂടെ നടക്കുമെന്ന് കരുതിയാ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വെച്ചത്. ലേറ്റ് ആയില്ലല്ലോ? താൻ എന്തുകൊണ്ട് ലേറ്റായി എന്നല്ലല്ലോ ഗീത ഞാൻ ചോദിച്ചത്. തനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തനിക്ക് അപ്പുവിനോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. അതോ താൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണുന്നു, ഇതൊന്നും ഞാൻ അറിയേണ്ടതാണോ? എങ്കിലത് തുറന്നു പറഞ്ഞോളൂ. ഞാനിനി ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. VP എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ VP-യോട് മനഃപൂർവ്വം പറയാതെ പോയതൊന്നുമല്ല. രാവിലെ അനിത വിളിച്ചപ്പോൾ ആ ധൃതിയിൽ പറയാൻ വിട്ടുപോയെന്നതാ സത്യം. മാത്രമല്ല, അപ്പോൾ VP ബാത്റൂമിലായിരുന്നു. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാ ധൃതിയിൽ ഇറങ്ങിയത്. ആയിക്കോട്ടെ, തന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അറ്റ്ലീസ്റ്റ് എവിടെ പോയതാണെന്നും എപ്പോൾ വരുമെന്നൊക്കെ ഒന്ന് വിളിച്ചെങ്കിലും പറയാമായിരുന്നു. പകരം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കണം? സോറി, മൊബൈൽ ഓഫായിരുന്ന കാര്യം ഞാൻ മോളിൽ ചെന്ന് അനിതയെ വിളിക്കാൻ നേരത്താണ് ശ്രദ്ധിച്ചത്. ഓണാക്കാൻ തുടങ്ങുമ്പോഴേക്കും അനിത എന്നെ കണ്ടിരുന്നു. സംസാരിച്ച കൂട്ടത്തിൽ വീണ്ടും ഞാനത് മറന്നു. ഇവിടെ എത്താറായപ്പോഴാ പിന്നീട് ഞാനത് ഓർത്തത് തന്നെ. ഇനിയിപ്പോൾ താൻ പറയുന്നതൊക്കെ വിശ്വസിക്കല്ലേ തരമുള്ളൂ. എന്താ VP അങ്ങനെ പറഞ്ഞത്? അല്ല, എല്ലാറ്റിനും കൃത്യമായ എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് താൻ പറയുന്നൊന്നും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതാ. തന്നെ അമ്പിമാമൻ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടാവും. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കിട്ടാത്തതാവും. തന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുണ്ടാവും. എന്നെ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു അമ്പിമാമൻ? നാളെ അവരുടെ ടീമുമായി കന്യാകുമാരിയിലേക്ക് പോകുന്നുണ്ട്.
കൂട്ടത്തിൽ കുറച്ചു നേരം ഇവിടെ തങ്ങാൻ നേരം കിട്ടുമെന്നും പറഞ്ഞു. അംബിമാമൻ എന്നോട് ഗൗരവമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞു. എന്താ കാര്യമൊന്നും ചോദിച്ചില്ലേ? അത് നേരിൽ പറയാന്നാ പറഞ്ഞത്. താൻ അപ്പുവിന്റെ കാര്യം വല്ലതും ഇടയ്ക്ക് വിളിച്ചപ്പോൾ അംബിമാമനോട് സൂചിപ്പിച്ചിരുന്നു? ഇല്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാ അച്ഛൻ്റെ ഓരോ വാക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. VPയുടെ ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാ. പക്ഷെ അമ്മ കൂടി ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള പേടികൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. അരുതപ്പൂ, നീ എടുത്തു ചാടി വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. എന്തായാലും നീ ഇത്രയും ക്ഷമിച്ചില്ലേ? 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. അതിനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തോ അമ്മയുടെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് എനിക്കിപ്പോൾ തീരെ പ്രതീക്ഷയില്ല. റിയാലിറ്റി എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അച്ഛൻ ഒരുപാട് ദൂരം മുന്നിലാണമ്മ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെയോ അമ്മയോ മാത്രം സമ്മതിക്കുന്ന ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. അന്ന് പറഞ്ഞതുപോലെ മാളൂനോടും അവളുടെ വീട്ടുകാരോടോ VP ഇപ്പോൾ മത്സരിച്ച് ജയിക്കാൻ നോക്കുന്നു. ഇനിയിപ്പോ സത്യം എന്താണെന്ന് നമ്മ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും അച്ഛൻ അംഗീകരിച്ച് തരില്ലെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ട്. ജോബിൻ്റെയും മാളുവിൻ്റെയും കാര്യം അറിഞ്ഞത് മുതൽ അച്ഛനാകെ മാറിയിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ വേറെ ഏതോ ആംഗിളിലാണ് VP ഇതിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വിഷമിക്കണ്ട, ഞാൻ എല്ലാ കാര്യവും അംബിമാമനെ അറിയിച്ചിട്ടുണ്ട്. വേണ്ട രീതിയിൽ VPയോട് സംസാരിക്കാമെന്ന് അംബിമാമൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാനിപ്പോൾ. അംബിമാമൻ യാത്ര കഴിഞ്ഞ് എത്തിയോ? എന്നിട്ടെന്താ ഇങ്ങോട്ട് വരാത്ത? ഇക്കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ രഹസ്യമായി വിളിച്ചു വരുത്തിയതാ. VPയോട് ഉള്ളപ്പോൾ എനിക്കിത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പുറത്തു വെച്ച് കാണാമെന്ന് വെച്ചത്. VPയോട് പറയാതെ പോയത്. അമ്മ എന്തൊക്കെയോ അച്ഛനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് അച്ഛന് നല്ല സംശയമുണ്ട്. ഇന്ന് അതേക്കുറിച്ച് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. എനിക്കത് മനസ്സിലായി. വന്നപ്പോൾ അക്കാര്യത്തെ ചൊല്ലി എന്നോട് വഴക്കിടുകയും ചെയ്തു. കൺട്രോള് പോയപ്പോൾ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പിന്നെ എന്താ വേണ്ടത്? അംബിമാമൻ പറയുന്നൊന്നും അച്ഛൻ മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിശ്വാസം ഇപ്പം എനിക്കും ഇല്ല. എന്നാലും ഒന്ന് തുടങ്ങി വയ്ക്കാൻ അംബിമാമ ഉള്ളത് തന്നെയാണ് നല്ലത്. VPയോട് തനിച്ചത് പറയാൻ എനിക്കിപ്പോഴും ധൈര്യം പോരാ. ഒന്നാലോചിച്ചാൽ ഇത്രയും നാൾ ഞാൻ VPയെ പറ്റിക്കായിരുന്നില്ലേ? അതോർക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധമാണ് മനസ്സിൽ. അങ്ങനെ ഒരു നോട്ടം പോലും VPയിൽ നിന്ന് എനിക്ക് സഹിക്കാനാവില്ല. അപ്പോൾ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും വിശ്വാസവഞ്ചന കാട്ടിയെന്ന് പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ രണ്ടാൾക്കും. ഒന്നും മറച്ചു വെക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അമ്മയോട്. എങ്കിൽ ഇപ്പോഴത്തെ ഈ ടെൻഷൻ അങ്ങ് ഒഴിവാക്കായിരുന്നു. അന്ന് അതായിരുന്നു കൂടുതൽ ശരിയെന്ന് തോന്നി. അതുകൊണ്ട് VP ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ 3 പേരും ഒരുമിച്ച് ഈ വീട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയി. ഒരമ്മയെന്ന നിലയിൽ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ കാരണം അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും ഇതിൽ കൂടുതൽ വിഷമിപ്പിക്കാനേ എനിക്ക് കഴിയൂ. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോട്ടെ. ആരും അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കോളാം. ഞാൻ പോയി കഴിഞ്ഞിട്ട് സത്യം എന്താണെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി. അപ്പോ ഇനി നീ കൂടെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? അങ്ങനെ നിന്നെ ഒഴിവാക്കാനോ ഇറക്കിവിടാനോ വേണ്ടിയല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ ഒന്ന് സമാധാനപ്പെട്.
എല്ലാം നേരെയാവുമെന്ന് ഇപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നീയായിട്ട് ഇനി അതുകൂടി ഇല്ലാതാക്കല്ലേ പ്ലീസ് അപ്പു. ഇവളിതെന്തു ഭാവിച്ചാ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് വീട്ടിലിരിക്കുന്നവരെ ടെൻഷൻ ആക്കിക്കോളും. വരാൻ ലേറ്റ് ആവുമെങ്കിൽ ഇവിടേക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ അവക്ക്? ആഹാ, തനിച്ചു നിന്നായിരുന്നോ പ്രസംഗം? നിന്റെ ഒച്ചയും ബഹളം കേട്ടപ്പോ ഞാൻ വിചാരിച്ച് കൊച്ചിങ് വന്നു കാണുമെന്ന്. അല്ല, മണി 6 കഴിഞ്ഞല്ലോ അശ്വതി. 4 മണിക്ക് കോളേജ് വിട്ടാലും അവള് നടന്നാണെങ്കിലും ഇങ്ങ് വരേണ്ട സമയം കഴിഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്, മുരളിയെ വിളിച്ച് വിവരം പറ. അത് വേണ്ടമ്മേ, നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കാം. വെറുതെ മുരളിയേട്ടനെ വിളിച്ചു പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട. അല്ല ശ്രുതി, ഇനി പണ്ടത്തെ കൂട്ട് പണിക്കാരുടെ മോളുമായിട്ടെങ്ങാനും ചുറ്റിക്കറങ്ങി നടക്കുവാണോന്ന് ആർക്കറിയാം? ഏയ്, അവൾ അപ്പുന്റെ കൂടെ പോവില്ല. ഇപ്പൊ അവര് തമ്മി അങ്ങനെ അധികം ചങ്ങാത്തൊന്നും ഇല്ലല്ലോ അമ്മേ. അതൊന്നും നമുക്കങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല മോളെ. പിള്ളേരുടെ മനസ്സ് മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അതൊക്കെ എത്ര പറഞ്ഞാലും നിനക്ക് മുരളിക്കൊട്ടും മനസ്സിലാകുകയില്ല. കൊച്ചിനെ ഇങ്ങനെ കയറൂരി വിടരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ. അല്ല അശ്വതി, എനിക്കൊരു സംശയം. എന്താ അമ്മേ? അല്ല, മാളു ഇനി ആ ഡേസി ടീച്ചറിന്റെ മോന്റെ കൂടെങ്ങാനും വല്ലയിടത്തും കറങ്ങി നടക്കുവാണെങ്കിലോ? നീ ആ പയ്യനെ ഒന്ന് വിളിച്ചു നോക്ക്. ഏയ്, ജോബിന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ മാളു ആ വിവരം എന്നെ വിളിച്ചു പറഞ്ഞേനെ. അതുമാത്രമല്ല, മാളു കൂടെ ഉണ്ടോന്ന് ഞാൻ എങ്ങനെ ജോബിനെ വിളിച്ചു ചോദിക്കുന്നത്? അവൻ എന്ത് കരുതും? ജോബിന്റെ കാറാണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? കൊച്ചിനെ തന്നിഷ്ടത്തിന് വളർത്തിക്കും. എത്ര പറഞ്ഞാലും കേക്കില്ലെന്ന് വെച്ചാ എന്താ ചെയ്യുക? അമ്മയൊന്നും മിണ്ടാതിരിക്കും, ആ പയ്യൻ കേക്കും. വാമോനെ. ആന്റിയും മുത്തശ്ശിയും മാളവിയെ കാണഞ്ഞിട്ട് വിഷമിച്ച് നിൽക്കാവല്ലേ? പിന്നെ പെങ്കൊച്ചുങ്ങൾ നേരത്തിനും കാലത്തും വീട്ടിൽ വരാതിരുന്ന വീട്ടിലുള്ളവർക്ക് വിഷമം തോന്നാതിരിക്കൂ? എന്റെ മാളു ലേറ്റ് ആവുകയാണെങ്കിൽ ആ വിവരം എന്നെ വിളിച്ച് നിനക്ക് പറയാറുന്നില്ലേ? എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിപ്പോയി അമ്മ. അത് ശരിയാക്കാൻ സർവീസ് സെന്ററിൽ കയറിയപ്പോഴാ ഡോക്ടർ അവിടെ വെച്ച് കണ്ടത്. ഫോൺ ശരിയായി കിട്ടാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോ മാളവിക തിരിച്ചു പോരാൻ തുടങ്ങിയതാ ആന്റി. വന്ന സ്ഥിതിക്ക് ഫോൺ ശരിയാക്കിയിട്ട് പോവാന്ന് ഞാനാ മാളവിക നിർബന്ധിച്ചത്. ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാനും കരുതിയില്ല. സോറി. അത് സാരമില്ല, വരാൻ ലേറ്റ് ആവുമെന്ന് ജോബിനെങ്കിലും ഒന്ന് വിളിച്ചു പറയായിരുന്നു. ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞാണല്ലോ. എന്നിട്ട് മുരളിയേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോ തിരക്കിനിടയിൽ വിട്ടുപോയതാവും. ഞാൻ വിളിച്ചപ്പോഴും ആള് ഭയങ്കര ബിസി ആയിരുന്നു. ജോബിനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട ആന്റി, ഞാൻ ഇറങ്ങാ. ചെന്നിട്ട് മമ്മിയും കൊണ്ട് ചേർച്ചിൽ പോവാൻ നേരിയിരിക്കുക. ഇനിയും ലേറ്റായ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കും. എന്തായാലും ഇവളുടെ ഫോൺ കേടായ അന്ന് തന്നെ ഡോക്ടറുടെ ഫോൺ കേടായത് നന്നായി. അല്ല, ഇത്തിരി താമസിച്ചാലും ഇവളെ ഇങ്ങ് എത്തിക്കാൻ പറ്റിയല്ലോ. അതിന് എന്റെ ഫോണല്ല മുത്തശ്ശി കേടായത്, എന്റെ മമ്മിയുടെയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ശരി മളു, ബൈ. ദേശുരി, നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കൊച്ചന്റെ കൂടെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ചുറ്റിയടിക്കാൻ വിടുന്നതേ അത്ര നല്ലതല്ല.